ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ രണ്ട് മൂന്ന് പേര് വന്ന് ചോദിച്ചൊരു കമൻറ്റാണ് യു എയിൽ ഫ്രഷറായിട്ട് വരുന്നവർക്ക് എത്ര രൂപയാണ് ബേസിക് സാലറി ലഭിക്കുക എന്നുള്ളത്. അതായത് ഈ ഡൗട്ട് കണ്ടപ്പോൾ, അതായത് ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം ഞാൻ യു എയിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഡൗട്ടുകളിൽ ഒന്നാണ് ഈ ഡൗട്ട്. കാരണം യു എയിലോട്ട് ഫ്രഷറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സാലറി ലഭിക്കുമോ, നാട്ടിലെ സാലറിയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് കിട്ടാവുന്ന സാലറിയൊക്കെയാണോ യു എയിൽ അവർ അവൈലബിൾ ആക്കി തരുന്നത് എന്നുള്ള കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതേ ഡൗട്ടുകൾ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അവർ വന്ന് ഈ ഒരു കമൻറ്റ് ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കമൻറ്റിന് റിപ്ലൈ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 2500 ദിറംസ് മുതൽ 4000 ദിറംസ് വരെ ആയിരിക്കും. അതായത് 2500 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ 60,000 രൂപ വരും. അതുപോലെ തന്നെ 4000 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു 95,000 രൂപയോളം വരും. അതായത് ബേസിക് ആയിട്ട് നിങ്ങളൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ജോബ് യു എയിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രഷറായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 60,000 രൂപ മുതൽ 95,000 രൂപയുടെ ഇടയിലുള്ള ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സാലറി ലഭിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി അപേക്ഷിച്ചാണ്. അതായത് ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളുടെ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കമ്പനി അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, വലിയൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാലറിയെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ സാലറി ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതും നിങ്ങളുടെ ജോബ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാലറിയുടെ ഹൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു ചെറിയ കമ്പനിയിലൊക്കെയാണ് നിങ്ങളിപ്പോൾ ജോബിന് കയറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സാലറി ഇത്രം കിട്ടാനായിട്ടുള്ള ചാൻസസ് ചിലപ്പോൾ കുറവാണ്. കാരണം അവരുടെ ബേസിക് സാലറിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ 2,500 ദിറംസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2,500 ദിറംസേ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അതായത് ഇവിടെ സാലറി എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി പെടുത്താം. രണ്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട്, നല്ല ഹൈപ്പുള്ള ജോബിനാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാലറി ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് നിങ്ങളൊരു നോർമലായിട്ട് പഠിച്ചവരാണ്, നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബിനാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി അപേക്ഷിച്ചിരിക്കും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. അതായത് നല്ല കമ്പനി കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സാലറി ലഭിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ ഗ്രോത്തായി വരുന്ന ചെറിയ കമ്പനിയിലൊക്കെയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തരുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത് ഈ 2,500 ദിറംസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ യു എയിൽ നിങ്ങൾ ജോബിന് കയറുമ്പോൾ നിങ്ങൾക്ക് സാലറി അത്യാവശ്യം നല്ല രീതിക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രോത്ത് ആയിട്ടുള്ള കമ്പനിയിലൊക്കെ കയറാനായിട്ട് ശ്രമിക്കുക. ഇനി യു എയിലോട്ട് വരുന്നവർക്ക് ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. അതായത് നാട്ടിൽ അത്യാവശ്യം സാലറി ഉണ്ട്, ഒരു 50,000 രൂപയുടെ മേളിൽ നാട്ടിൽ സാലറി ഉണ്ട്. യു എയിൽ 1,00,000 മേളിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ യു എയിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾ എത്ര രൂപയാണോ സേവ് ചെയ്യുന്നത് അത്ര എമൗണ്ടൊക്കെ തന്നെ യു എയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം യു എയിലെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു റൂം എടുക്കുക, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബെഡ് സ്പേസ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഒരു ബെഡ് സ്പേസിന് തന്നെ 600 ദിറംസ് അടുപ്പിച്ചാവുന്നുണ്ട്. 500 to 600 ദിറംസ് ബെഡ് സ്പേസിന് തന്നെ ആവും. അപ്പോൾ 500 to 600 ദിറംസ് ബെഡ് സ്പേസിന് ആവും എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എമൗണ്ട് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസും എങ്ങനെ പോയാലും ഒരു മാസം 500 ദിറംസ് അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 30,000 രൂപ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് തന്നെ നമ്മുടെ യു എയിൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം യു എയിലോട്ട് വരുമ്പോൾ നിങ്ങൾ വരാനായിട്ട്. ഇനി മറ്റൊരു കാര്യം, അതായത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എത്രയാണെന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് പറയാനായിട്ട് അറിയില്ല, അതായത് എക്സാക്റ്റ് എമൗണ്ട് എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ സാലറി പാക്കേജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് അവർ പറയും. അത് വെച്ച് നിങ്ങൾ ചെറുതായിട്ട് ബാർഗൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവരിപ്പോൾ ഒരു 3,000 ദിറംസ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ചാടിക്കറി 4,000 ദിറംസ് 5,000 ദിറംസ് എന്ന് പറയാതെ ജസ്റ്റ് അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് ബാർഗൈൻ ചെയ്യുക. അതായത് ഇവിടെ യു എയിൽ ഇത്ര എക്സ്പെൻസീവ് ഉണ്ട്, റൂം റെൻ്റൊക്കെ ഇത്രയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 3,500 ദിറംസ് ഒക്കെ ആക്കി തരാമോ എന്ന് നൈസായിട്ട് പറയുക. നൈസായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചാടിക്കയറി നമ്മൾ 4,000 വേണം 5,000 വേണം അങ്ങനെയൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ ഇതേ ജോബിന് 2,500 വരെ വർക്ക് ചെയ്യാനായിട്ട് പുറത്ത് ചിലപ്പോൾ ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പോൾ അവർ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ട് അവരെ ജോബിന് വേണ്ടി എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുക. ഇനി സാലറി ഹൈപ്പിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ചത്രയും സാലറി ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ കമ്പനി തരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുക, അടുത്ത കമ്പനിയിൽ കയറുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ആ കമ്പനി സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് കമ്പനി കയറുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി 2 വർഷം എക്സ്പീരിയൻസ് യു എയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി കൂടും.
സാലറിയും കൂടും, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പൊസിഷനും കൂടാനായിട്ട്, അതായത് പൊസിഷനും ഹയർ പൊസിഷൻ തന്നെ കിട്ടാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 വർഷം അല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്യുക. 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ചത്രയും ഹൈപ്പ് നിങ്ങളുടെ സാലറിയിലും കിട്ടിയില്ല, നിങ്ങളുടെ പൊസിഷനിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത കമ്പനിയിലോട്ട് സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. UAE ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ യൂസ്ഫുൾ വീഡിയോസും അതുപോലെ തന്നെ UAE അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.